ഇത് ആദ്യഘട്ടത്തിൽ അവൻ കാണണമെന്നില്ല. സംഗതി ഉണ്ടാവും, പക്ഷേ റൂഹ് നെഞ്ഞോടടുക്കുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാണാനാവും. ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. റൂഹ് പിടിക്കുന്ന സംവിധാനം മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഇസ്രായീൽ അലൈഹി ഇസ്ലാമിന്റെ അവാൻ എന്ന് പറയുന്ന അവിടുത്തെ സഹകാരികളാവുന്ന ഒരുപറ്റ മലായിക്കത്ത് ഈ മനുഷ്യന്റെ ഇടതും വലതുമായ രണ്ട് വശങ്ങളിലായി അണിനിരന്നിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണെത്തുന്ന ദൂരം വരെ അണിയായി ഒരുങ്ങി തയ്യാറായി മറ്റൊരു ടീം. അതിൽ രണ്ട് വിഭാഗം. അവർക്ക് ഇപ്പോൾ തൽക്കാലം ഡ്യൂട്ടി ഒന്നുമില്ല, അവർ അണിനിരന്ന് ഒരുങ്ങി തയ്യാറായി ഇങ്ങനെ നിൽക്കുക. ഈ ഇടതുവശത്തും വലതുവശത്തുമുള്ള രണ്ട് വിഭാഗം മലായിക്കത്ത് അവരാണ് യഥാർത്ഥത്തിൽ റൂഹ് പിടിക്കാൻ കൽപ്പിക്കപ്പെട്ടവർ. ഖുർആനിൽ 3 സ്ഥലത്ത് 3 നിലക്കാണല്ലോ പറഞ്ഞത്. ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗതു തവഫത്തുഹു റുസുലുനാ വഹും ലാ യഫറത്തൂൻ. മരണമാസന്നമായി കഴിഞ്ഞാൽ തവഫത്തുഹു അവനെ മരിപ്പിക്കുന്നു, റൂഹ് പിടിക്കുന്നു, റുസുലൂന നാം നിയോഗിച്ച മലായിക്കത്തുകളാവുന്ന ദൂതന്മാർ. അവിടെ ബഹുവചനായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പൊ കുറെ റുസുലുകളാണ് തവഫത്തുഹു റുസുലുന. ഇവന്റെ റൂഹ് പിടിച്ച് മരണം എന്ന കാര്യം നിർവഹിക്കുന്നത് നമ്മുടെ ദൂതന്മാരാണ്. അത് കാലിന്റെ പെരുവിരൽ തൊട്ട് തൊണ്ടക്കുഴി വരെ ഓരോ ഇഞ്ചോടിഞ്ച് കൈമാറാൻ പ്രത്യേക മലക്കുകളാണ്. ഒരു മലക്ക് മൊത്തം കൈകാര്യം ചെയ്യുന്ന സംവിധാനമല്ല. ആദ്യം തുടങ്ങുന്നത് വലത്തെ കാലിന്റെ പെരുവിരലിൽ നിന്നാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. അവിടെ ആ പെരുവിരലിൽ നിന്നിട്ട് ഒരു മലക്ക് റൂഹ് പിടിക്കാൻ തുടങ്ങിയാൽ ആ പെരുവിരൽ അവസാനിച്ചാൽ ആ മലക്കിന്റെ ഡ്യൂട്ടി അവസാനിച്ചു. അതിന്റെ തൊട്ടടുത്തത് മറ്റൊരു മലക്കാണ്. ഇങ്ങനെ ഓരോ പ്രത്യേക കെണിപ്പുകളും വരുന്ന സമയത്ത് മുഅ്മിനുകളായ മലക്കുകളാണെങ്കിൽ, മുഅ്മിനുകളായ സ്വാലിഹായ മനുഷ്യനാണ് ഈ മരിക്കുന്നതെങ്കിൽ ഇവന്റെ നേരെ തൊട്ടു മുന്നിൽ സ്വർഗത്തിന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട്, ഫോട്ടോ എന്ന് പറഞ്ഞാൽ വെറും ചിത്രമല്ല, സാക്ഷാൽ അതിന്റെ രൂപം തന്നെ, അതിങ്ങനെ കണ്ടാൽ ശരിക്കുള്ള ഒറിജിനൽ സ്വർഗം കണ്ണിൽ കാണുന്ന നിലക്ക് പ്രദർശിപ്പിച്ചിട്ട് ഇവര് സ്വാഗതം പാടുകയാണ്. പറയുക മാത്രമല്ല, പാടുകയാണ്. വശ്യസുന്ദരമായ നിലക്ക് ഈ സ്വർഗത്തെ മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ, നിന്റെ സ്വത്തിനെ, നിന്റെ വീടിനെ നീ വെടിയുന്നതിൽ നിനക്കൊന്നും പോകാനില്ല. നിനക്കിതാ വാഗ്ദാനം ചെയ്യപ്പെട്ട വീട്, നീ ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് നോക്കുമ്പോ അവിടെ വെച്ച് ഹൂറുലീങ്ങൾ അപ്പോൾ തന്നെ ഇവനെ സ്വാഗതം ചെയ്തുകൊണ്ട് പാടുന്നത് ഇവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിവിഷമകരമായ വേദന കൊണ്ട് എരിപൊരി കൊള്ളുന്ന മരണം ഒരു ഭാഗത്ത് ഇഞ്ചോടിഞ്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സ്വർഗവും ആ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ഹൂറുല്ലീങ്ങളുടെ സ്വാഗതവും ബഹുമാനപ്പെട്ട മലായിക്കത്തിന്റെ സമാശ്വാസ വാക്കുകളും കേൾക്കുമ്പം ഈ മരണത്തിന്റെ വേജാറും വെപ്രാളവും വിഷമവും ഒക്കെ ഉണ്ടെങ്കിലും അതവൻ അറിയുന്നില്ല. കാരണം അവന്റെ ശ്രദ്ധ 100% സ്വർഗത്തിലേക്ക് മാറ്റിയിടുകയാണ്. എന്തിനു വേണ്ടി? ഇവൻ അറിയരുത്, അനുഭവിക്കരുത്. ഇത് കാരണം വേദന ഉണ്ട്. വേദന കൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഇന്നലിൽ മൗതി ലസകറാത്ത്. വേദന എന്നല്ല പറഞ്ഞത്, സക്കറത്ത് എന്ന് പറഞ്ഞാൽ മത്ത് എന്ന. മനുഷ്യന്റെ ബുദ്ധിയുടെ സമനില തെറ്റിക്കുമാറുള്ള വിഷമം. ആ വിഷമത്തിന് നിർവചിക്കാൻ കഴിയില്ല. ഒരു സക്കറത്ത് തന്നെ മനുഷ്യന്റെ സമനില തെറ്റിക്കുമെങ്കിൽ സക്രാത്തുകളുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ഊഹിച്ചാൽ മതി. പക്ഷേ അത് യഥാർത്ഥ മുത്തഖിയായിരിക്കുന്ന ഒരു മനുഷ്യനെ അനുഭവിക്കാതിരിക്കാൻ, അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മലായിക്കത്തിന്റെ ഈ സംവിധാനം. അങ്ങനെ ഓരോ ഇഞ്ചും മുന്നോട്ട് വരുമ്പോ മറുവശത്താണെങ്കിൽ ഇവൻ കാണുന്നത് ഇവന് പോകാനുള്ള ഭയാനകമായ നരകം നേരിൽ കാണുകയും അതിൽ കിടന്ന് മറിയുന്ന ഗുരുതരമായ ശിക്ഷയുടെ വിവിധ രൂപങ്ങൾ അവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി അല്ലാഹുവിന്റെ മലായിക്കത്ത് അവനെ ശപിച്ചുകൊണ്ടിരിക്കും.
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ധിക്കരിച്ചു നടന്ന തെമ്മാടിയായ മനുഷ്യ, ചുരുങ്ങിയ കാലം അള്ളാഹുവിന് വഴിപ്പെട്ടിരുന്നെങ്കിൽ നിനക്ക് എന്ത് നഷ്ടപ്പെടാനാണ് ഉണ്ടായിരുന്നത്? നിനക്ക് വരാനിരിക്കുന്നത് ഇക്കാണുന്ന ഭയാനവും കഠോരവുമായിരിക്കും ശിക്ഷയുടെ ഈ ഭവനത്തിലേക്കാണ് നീ പുറപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിലുള്ള ആത്മാവ് ശരീരത്തിന്റെ അവയവങ്ങളുമായി അള്ളിപ്പിടിച്ചിരിക്കും. ആ സമയത്താണ് വൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. അല്ലാഹു തആല പറയുന്നു, ഈ അള്ളിപ്പിടിച്ചിരിക്കുന്ന റൂഹ് പിടിച്ചു വലിച്ചാൽ പോരാതിരിക്കുമ്പം അല്ലാഹുവിന്റെ മലായികത്ത് ഈ അഗ്നി കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രത്യേകതരം ദണ്ടുകൊണ്ട് യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ഓരോ കണിപ്പുകളും കടന്നു പോരേണ്ട ഘട്ടങ്ങളിൽ അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ ആത്മാക്കളെ അള്ളാഹുവിന്റെ മലായികത്ത് അടിച്ചുകൊണ്ട് പിടിച്ചു വലിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രൂപം ഉൾക്കൊള്ളാൻ കഴിയില്ല. നമുക്ക് അത്രയും ഭയാനകമായ അവസ്ഥയാണ് ഈ മലക്കിന്റെ റൂഹപിടുത്തത്തിന്റെ രൂപം പറഞ്ഞത്. സാധാരണ ഈ രോമം കടയാൻ ഉപയോഗിക്കുന്ന മുള്ളുള്ള ഒരു തരം കടച്ചിൽ ആയുധമുണ്ട്. അതുപോലെ നിറയെ മുള്ളുകളുള്ള കടച്ചിൽ യന്ത്രം പോലെയുള്ള ഒരു ഉപകരണം ഈ ശരീരത്തിലേക്ക് കടത്തിവിട്ട് അത് കൊണ്ട് ഈ ശരീരത്തിൽ ചുറ്റിപ്പിടിക്കുമ്പോൾ ശരീരം ആകെ അതിൽ കോർത്തു വലിച്ച് ഇനി ശക്തിയോടുകൂടി ഇങ്ങോട്ട് വലിച്ചാൽ ഓരോ ഇഞ്ചും എന്തുമാത്രം വേദന കൊണ്ട് എരിപൊരി കൊണ്ട് പൊളയും എന്ന് പറയാന്ന് കഴിയും. ആ വേദന അനുഭവിക്കുന്നതിനേക്കാൾ വലുതാണ് ഈ മലായികത്തിന്റെ ശാപവാക്കും അവന്റെ മുന്നിൽ കാണുന്നതായി പ്രദർശിക്കപ്പെട്ട തനിക്ക് ശാശ്വതമായി ജീവിക്കേണ്ടതായ ഭയാനകമായ നരകവും. ഈ രണ്ടവസ്ഥ തന്നെ മതി ഒരു മുത്തഖിയായ മുഅ്മിനായ മനുഷ്യൻ അവൻ ഈ ലോകത്ത് ചെയ്ത മുഴുവൻ ഇബാദത്തിനെയും പ്രതിഫലം വേറെ ഒന്നുമില്ലെങ്കിൽ മരണസമയത്ത് അനുഭവിക്കുന്ന ഈ സന്തോഷവും ഈ ആനന്ദവും ആ സുഖകരമായ സ്വാഗതവും മാത്രം മതി. മറിച്ച് തെമ്മാടിയും തോന്നിവാസിയുമായി ജീവിച്ചാൽ മറ്റൊരു ശിക്ഷയുമില്ലെങ്കിലും ഈ മരണത്തിന്റെ അനുഭവം ആ ഒറ്റ ഒന്ന് മതി അവന് ശിക്ഷ പൂർണ്ണമായിട്ട്. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതാണെന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിലേക്ക് വ്യക്തമായ സൂചനകൾ ഖുർആൻ ഷരീഫ് വിവിധ സ്ഥലങ്ങളിലായി നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഇഞ്ചോടിഞ്ച് മുന്നോട്ട് ഓരോ മലക്കും മാറി 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 റൂഹിനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം ഇതിലൊന്നിലും തൽക്കാലം ഇടപെടുന്നില്ല. അവിടൊക്കെ തവഫത്തു റുസുലുന എന്ന് പറയുന്ന മറ്റു മലക്കുകളാണ് ഇക്കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം തൊണ്ടക്കുഴി വിട്ട് റൂഹ് ശരീരത്തിൽ നിന്നിട്ട് പുറത്തു വരുന്ന അവസാന നിമിഷത്തിൽ ശരീരത്തിൽ നിന്നിട്ട് റൂഹിനെ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ആ കർമ്മം മാത്രമാണ് ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് എന്ന് തന്നെയാണ് ഹദീസുകളിലൊക്കെ അധിക സ്ഥലത്തും പേര് പറഞ്ഞത്. എന്നാൽ സഹാബാക്കൾ പലരും ഈ മലക്കുൽ മൗത്ത് എന്ന് പറയുന്നത് അസ്രായീൽ എന്നാണ് അവരുടെ പേര് എന്ന് പറഞ്ഞതായി വിവിധ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹിഹായ ഹദീസുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി ഒരാൾ അങ്ങനെ പറയേണ്ടെന്നൊന്നും പറഞ്ഞ് ഒച്ചംവിളിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകളിൽ നിന്ന് സഹിഹായി അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് സ്വന്തമായി എന്തായാലും അത് പറയില്ല. സഹിഹായി സഹാബാക്കളിൽ നിന്നിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിഞ്ഞത് തന്നെ ആവാനേ സാധ്യതയുള്ളൂ. ഹദീസുകളിൽ സാധാരണ പ്രയോഗിക്കുക മലക്കുൽ മൗത്ത് എന്ന. ഖുർആൻ ഷരീഫിലും അങ്ങനെ തന്നെയാണ് മലക്കുൽ മൗത്ത് എന്ന. ഉക്കിലബിക്കും മറ്റേ ഇതിൽ അലിഫ്ലാമിൻ സജ്ദ പറഞ്ഞില്ലേ? എങ്ങനെ പറഞ്ഞേ? ഏതായാലും മലക്കുൽ മൗത്ത് എന്ന് ഖുർആനിലും പ്രയോഗിച്ചിട്ടുണ്ട്, ഹദീസിലും പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോരായികയൊന്നുമില്ല. പക്ഷെ ഈ മലക്കുൽ മൗത്തിന്റെ പേര് എന്താണ് എന്നിടത്ത് ബഹുമാനപ്പെട്ട സഹാബാക്കളിൽ പലരും അസ്രായീൽ എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സഹാബത്ത് അങ്ങനെ സ്വന്തം പറയണമെങ്കിൽ ഇതൊന്നും ഇജ്തിഹാദ് കൊണ്ട് കിട്ടുന്ന കാര്യമല്ല. നിബിതങ്ങളിൽ നിന്നിട്ട് അറിഞ്ഞെങ്കിൽ തന്നെ പറയാൻ പറ്റൂ. അതുകൊണ്ട് സഹാബാക്കളിൽ നിന്ന് സഹിയായി വന്നതുകൊണ്ട് നിബിതങ്ങൾ പറഞ്ഞത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാളങ്ങനെ പറയണില്ലെങ്കിൽ അയാളോട് നിർബന്ധിച്ച് നാളെ മുതൽ ഇസ്രായേലിൽ തന്നെ പറയണം, പറയാഞ്ഞാൽ എന്നെ ജാതിയിൽ നിന്ന് പുറത്താക്കുന്നൊന്നും പറയണ്ട. അങ്ങനെ പറയുന്നവർക്ക് അതിന് തെളിവുണ്ട്. സഹാബാക്കൾ അങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ എന്ന്. അല്ലെങ്കിൽ ഇനി ഒരാൾ മലക്കുൽ മൗത്ത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചു കൊടുത്താൽ നിങ്ങൾ അൻപാക്കേണ്ട. കാരണം ഖുർആനിലും മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദീസിലും മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഫി മുസ്കിലായ രണ്ട് പേരിലല്ല പ്രശ്നം. അപ്പൊ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാമിന്റെ ധർമ്മം അവസാനമായി ഈ ശരീരത്തിൽ നിന്നിട്ട് റൂഹിനെ ഏറ്റെടുക്കുക എന്ന് പറയുന്ന അത് മാത്രമാണ്. അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ഹദീസിൽ, ലാ യദഉ ഫി യദിഹി തർഫത ഐൻ, ഒരു കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും ഈ ഏറ്റെടുത്ത റൂഹ് അസ്രായീൽ അലൈഹിസ്സലാം തന്റെ കൈവശം വെക്കുന്നില്ല. സെക്കൻഡ് ഇട പോലും ഇത് ഏറ്റെടുക്കുക എന്ന ധർമ്മം മാത്രം നിർവഹിച്ചു കഴിഞ്ഞു. ബാക്കിയൊക്കെ തന്റെ കീഴിലുള്ള ജീവനക്കാരാവുന്ന മറ്റു മലായിക്കത്താണ് നിർവഹിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ 500 മലക്കുകൾ, ചുരുങ്ങിയ റഹ്മത്തിന്റെ മലക്കുകളും 500 മലക്കുകൾ അല്ലാഹുവിന്റെ അദാബിന്റെ മലായിക്കത്തും, ചുരുങ്ങിയത് 1000 മലക്ക് എപ്പോഴും മൂമിന്റെ അവിടെയുണ്ട്, അല്ലാത്തോടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ വരുന്ന ആളുകൾ വരുന്നത് വെറുതെ അല്ല, മറിച്ച് മുഅ്മിനായ സാലിഹായ മനുഷ്യന്റെ റൂഹാണ് പിടിക്കാൻ വരുന്നത് എങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ കഫന്തുണി, സ്വർഗത്തിൽ നിന്നുള്ള പ്രത്യേകമായിരിക്കുന്ന സുഗന്ധം എന്നീ സാധനങ്ങളൊക്കെയായി ഈ മയ്യത്തിനെ അഥവാ ഈ റൂഹിനെ സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും സ്വർഗത്തിൽ നിന്ന് തയ്യാർ ചെയ്ത് അതുമായാണ് അവർ വരുന്നത്. അതേപോലെ കാഫറും തമ്മാടിയുമായ ആളുകളാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അദാബിന്റെ മലായിക്കത്ത് അവരും തയ്യാറായി ഒരുങ്ങി നരകത്തിൽ നിന്നുള്ള അഗ്നിജ്വാല കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പ്രത്യേകതരം വസ്ത്രവും അതുപോലെ തന്നെ അങ്ങേയറ്റത്ത് ദുർഗന്ധം വമിക്കുന്നതും കഠിനമായ ശിക്ഷയുള്ളതുമായ ഉപകരണങ്ങളോടുകൂടി ഈ മയ്യത്തിനെ സ്വീകരിക്കാൻ തയ്യാറായി അവരും വന്നിരിക്കും. ഈ രണ്ടു കൂട്ടം റെഡിയായിട്ടിരിക്കും. പക്ഷേ റൂഹ് പിടിച്ച് തന്റെ കൈവശം എത്തിക്കഴിഞ്ഞാൽ ആരാണ് ഇത് ഏറ്റെടുക്കേണ്ടത്, തുടർന്ന് ആരാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യം അതാ കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. വ്യത്യസ്ത തഫ്സീറുകളായത്തിനുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രശസ്തമായ തഫ്സീർ മൻ റാഖ്, ഈ റൂഹിനെ ആരാണ് മേൽപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന തർക്കം അവിടെ നടക്കും. ഇസ്രായേൽ അലൈഹിസ്സലാമിന്റെ കൈവശം റൂഹെത്തുമ്പോഴാണ് ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെടുന്നത്. ഇനി അദ്ദേഹം തന്റെ കൈവശം അതൊരു സെക്കൻഡ് സമയം പോലും നിർത്തിവെക്കില്ല. അടുത്ത ആളുകൾക്ക് കൈമാറണം. അടുത്ത ആൾ കൈമാറാൻ 2 ടീമാണുള്ളത്. ഒന്ന് റഹ്മത്തിന്റെ ടീമും മറ്റൊന്ന് അദാബിന്റെ ടീമും. രണ്ടും ഒന്ന് റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ അവിടെയാണ് ചർച്ച. മൻ റാഖ്, ഈ റൂഹിനെയും കൊണ്ട് ആര് പോവണം? റഹ്മത്തിന്റെ മലായിക്കത്താണോ കൈകാര്യം ചെയ്യേണ്ടത്, അതല്ല അദാബിന്റെ മലായിക്കത്താണോ? അത് അള്ളാഹുവിന്റെ തീരുമാനം അപ്പോൾ ഉണ്ടാവും. ഇതൊന്നും നേരത്തെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, നേരത്തെ തീരുമാനിക്കാൻ നമ്മളെ സംബന്ധിച്ച് സാധിക്കുന്നില്ല, റബ്ബിന്റെ അടുക്കലാണ്. അതുകൊണ്ടാണ് ആഖിബത്ത്, അവസാനം നന്നായി തീരുക എന്നത് അള്ളാഹു തരുന്ന വലിയ ഭാഗ്യമാണ്. അവസാന സന്ദർഭത്തിൽ റൂഹ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പേടിച്ച് വെപ്രാളപ്പെട്ട് വിഷമിക്കുന്ന ഈ മനുഷ്യന്റെ മുന്നിൽ അവസാന നിമിഷം തന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസുൽ ലഈൻ അവന്റെ അവസാന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ സെക്കൻഡ് വിട്ടുകടന്നാൽ ഇനി അവനെ പിടിക്കാൻ കിട്ടുകയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്ത് വില കൊടുത്തും അവനെ സ്വന്തമാക്കണം, അവനെ നശിപ്പിക്കണം, നരകത്തിലെത്തിക്കണം എന്ന നിലക്ക് ആസൂത്രിതമായി എല്ലാവിധ സംവിധാനങ്ങളോടുകൂടിയും ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.